യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുതൽ, ഹല്ലേലൂയ. അനുനിമിഷം നമ്മുടെ ജീവിതത്തെ തന്ന ദൈവം നമ്മെ അതിശയമായി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അളവുകൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി, കരുതനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തോത്രം. ഈ പൽക്കാലവും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. നമ്മെ അതിശയമായിട്ട് ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഈ പൽക്കാലം ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയത്തിലും. പ്രിയ ദൈവമക്കളെ, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി തീരുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു മേഖലയുണ്ട്. പക്ഷേ വാഗ്ദത്തങ്ങൾക്കെതിരായിട്ട് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാതെ തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ്, ഇനി ഇതിനകത്തൊക്കെ ഇത്രയൊക്കെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു ബാക്ക് വേഡിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട്, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. കാരണം നമ്മോട് വാഗ്ദത്തം ചെയ്തത്, നമുക്ക് വാക്ക് തന്നത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ സാഹചര്യങ്ങൾ അനുസരിച്ച് വാക്കിന് മാറ്റുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നാം സാഹചര്യങ്ങൾ അനുസരിച്ച് നാം പലതിനകത്ത് ഒതുങ്ങുവാനായിട്ട് നോക്കുമ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുമ്പോഴും ആ ദൈവിക വാഗ്ദത്തത്തിനു വേണ്ടി നാം പ്രതീക്ഷിക്കാത്ത വാതിലുകളെ നമുക്ക് തുറന്നു തരുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിഷയത്തിനകത്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം. ഹല്ലേലൂയ. സാധ്യതകൾ ഒന്നും കാണത്തില്ലായിരിക്കും. ഇനി ആ വാഗ്ദത്തം നടക്കുവാൻ, ആ ദൈവത്തിന്റെ ആലോചന എൻ്റെ മേൽ നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നൊരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ഈ പകൽക്കാലമായിരിക്കുന്നത്. ചില രോഗത്തിന്റെ അനുഭവത്തിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. ചില കടപ്പാരമായിരിക്കാം, ചില സാമ്പത്തികമായ പ്രതിസന്ധി ആയിരിക്കാം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനകത്തൊന്നൊരു വിടുതലില്ല. ഇനി ഇതിനകത്ത് ഇങ്ങനെയെങ്കിലൊക്കെയും ചെറുതായിട്ടെങ്കിലും എൻ്റെ ജീവിതത്തിനകത്തൊരു അഭിവൃദ്ധി വന്നിരുന്നുവെങ്കിൽ, എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ഒരു ദൈവ പ്രവൃത്തി, ഹല്ലേലൂയ, ഈ പകൽക്കാലം നിങ്ങൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ തലമുറയുടെ വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട്, ഹല്ലേലൂയ, നമ്മുടെ പ്രതീക്ഷകൾക്ക് കോട്ടം വരുമ്പോഴും നാം പ്രതീക്ഷയ്ക്കകത്ത് ഒതുങ്ങുവാൻ നോക്കുമ്പോഴാ അതിനപ്പുറമായിട്ട് നമ്മോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം, ഹല്ലേലൂയ, ആ പ്രതീക്ഷകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വഴിയെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 21 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 21 അതിന്റെ 16 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അവൾ പോയി അതിനരികെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു, എതിരെ ഇരുന്നു ഉറക്കെ കരഞ്ഞു. സ്തോത്രം. ഈ സംഭവം നമുക്ക് ഒത്തിരി അറിയാന്നുള്ളതാണ്. നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് ഹാഗറിനെ ഇസ്മായിലിനെയും കൂടെ പറഞ്ഞു വിടുവാനായിട്ട് ഇടയായി തീർന്നു. ആ വെള്ളവും തുരുത്തിയിലെ വെള്ളവും അപ്പവും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരെ മരുഭൂമിയിൽ എത്തിയപ്പോൾ തന്നെ അത് തീർന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഉടനെ അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ചോദ്യമാണ് അവിടെ കാണുന്നു. 15 വാക്യത്തെ, തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം ഇവൾ കുട്ടിയെ ഒരു കുറുക്കാട്ടിൽ തണൽ ഇട്ടു. അവൾ പോയി അതിനരികെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു, കുട്ടിയുടെ മരണം കാണാൻ വയ്യ. കാരണം സാഹചര്യങ്ങളെല്ലാം അവിടെ പ്രതികൂലമായി തീർന്നപ്പോൾ അവിടെ മുമ്പിൽ കടന്നു വരുന്നത് കുട്ടിയുടെ മരണം മാത്രമാണ്. സ്തോത്രം. അവളോട് പറഞ്ഞ ദൈവിക 16 അധ്യായത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, ഇവനൊരു വലിയ ജാതിയാക്കും, ഇവനൊരു ജാതിയാക്കുമെന്നൊക്കെ ദൈവം പറഞ്ഞതായിട്ടുള്ള ദൂത് അവിടെ മേൽ കിടക്കുമ്പോഴും ആ ദൂതിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് അവൾ കാണുന്ന ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷനാണ് കുട്ടിയുടെ മരണം. അപ്പൊ ആ മരണം എനിക്കിനി കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു അൻപിൻപാട് ദൂരത്തിരുന്നു, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ്
പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവിടെ നമുക്ക് കാണുവാൻ ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു വലിയൊരു കാര്യമാണ്. ദൂത് കിടക്കുന്നുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, ഇവൻ ഒരു ജാതിയാകുമെന്ന്. പക്ഷേ സാഹചര്യം എന്താണ്? മരുഭൂമിയുടെ അനുഭവമാണ്. വെള്ളമില്ല, അപ്പമില്ല, കുഞ്ഞിനെ ഒരു തുള്ളി വെള്ളം പോലും നാക്കിൽ വെച്ചു കൊടുക്കുക സാഹചര്യങ്ങളൊന്നുമില്ല. അവിടുത്തെ ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് അവൾ ഡൗണായി പുറകിലേക്ക് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി മുമ്പിൽ നടക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ മരണം മാത്രമാണ് എനിക്കിത് കാണാൻ വയ്യ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഒരു ചോദ്യവും നാം പറയുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വലുതായിട്ട് കടക്കുമ്പോഴാണ് ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിറവേറുവാൻ സാധ്യത ഇല്ലാതിരിക്കുമ്പോൾ, നാം ഒറ്റപ്പെടുമ്പോൾ, ഈ ലോകത്തിലെ സഹായങ്ങളുടെ കരങ്ങളൊക്കെ അസ്തമിക്കപ്പെടുമ്പോൾ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അറിയാതിരിക്കുമ്പോൾ നാം നെഗറ്റീവ് ചിന്തിക്കുവാനായിട്ട് ഇടയത്തിലും, നാം ബേക്കിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയത്തിലും. നമ്മുടെ ചിന്ത ഇതാണ്, ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കൊണ്ട് അസ്തമിക്കോ, ഇനി വാഗ്ദത്തമില്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എനിക്കിനി ഇതൊന്നും കാണാൻ വയ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്റെ നിങ്ങളുടെ മുമ്പേക്ക് കടന്നു വരും. എന്നാൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാലന്റെ നിലവിളി കേട്ടോ, ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറെ എന്ന് വിളിച്ചു അവളോട്, ഹാഗറെ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലവും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് ശക്തമായി പറയാനായിട്ടുള്ളത്, ഹല്ലേലൂയ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ നിന്നോട് വാഗ്ദത്തം പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ, നിന്റെ തലമുറയെക്കുറിച്ച് ദൈവമാണ് ദൂത് തന്നതെങ്കിൽ ആ വാഗ്ദത്തത്തിലേക്ക് നിവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ അതിനെതിരെ എന്തെല്ലാം തടസ്സങ്ങൾ കടന്നു വന്നാലാ, ശത്രു അതിനകത്ത് കയറ്റത്തില്ല എന്ന് പറഞ്ഞു പ്രതികൂലങ്ങൾ കൊണ്ടിട്ടിരുന്നാല, മാനുഷിക സഹായങ്ങൾക്ക് അസ്തമിച്ച് പോയെന്നാല, പ്രിയ ദൈവ പൈതലെ നിന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കേണ്ടതിനായിട്ട്, നിന്റെ തലമുറയെ കരം പിടിച്ച് എത്തിക്കേണ്ടതിനായിട്ട് എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു വാതിലുണ്ട്. സ്തോത്രം. അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാതിലായിരിക്കാം. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടിയുടെ മരണം കാരണം ഒരു വാതിൽ തുറക്കുവാൻ, ഒരു ഉറവ തുറക്കുവാൻ, കുഞ്ഞിന് അല്പം വെള്ളം പോലും കൊടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്ന. മരുഭൂമിയുടെ അനുഭവമാണ്. മരുഭൂമിയിൽ ഒരിക്കലും വെള്ളം ഇല്ല. മരുഭൂമിക്കകത്ത് ഉറവ തുറക്കുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ഈ തിരുവചനം വായിക്കുന്നത് കൊണ്ട് ഹാഗറിന്റെ പൈതന് വേണ്ടി മരുഭൂമി ഉറവ തുറന്നു കൊടുത്ത് ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാം. പക്ഷെ ഹാഗർ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് അറിയാം, അങ്ങനെ ഒരു ഉറവ തുറന്ന ഒരു സാഹചര്യമോ ഒരു ഹിസ്റ്ററിയോ പറയാനിട്ടില്ല. അപ്പോൾ അവളുടെ മുമ്പിൽ യാതൊന്നുമില്ല. ഒരു ഉറവ തുറക്കുമെന്നോ അല്ലെങ്കിൽ മുന്നിൽ ആർക്കെങ്കിലൊക്കെ വേണ്ടി ദൈവം അയച്ച വിടുതലോ നമുക്ക് ഇന്ന് ബലപ്പെടുവാൻ ദൈവവചനം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യവുമില്ല. ഒരു അമ്മയുടെ ഒരു കുഞ്ഞിന്റെ ദയനീയമായ അവസ്ഥ അവൾക്ക് അത് മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ. അതിന് അപ്പുറമായിട്ട് അവൾക്ക് പ്രതീക്ഷിക്കുവാനായിട്ടോ ചിന്തിക്കുവാനോ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് അവൾ കാണുന്ന ഒരു കാര്യമുണ്ട്, കുട്ടിയുടെ മരണം മാത്രമായിട്ട്. പക്ഷെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയെ ദൈവം ഹാഗറിന്റെ അടുത്ത് ചോദിക്കുന്നത്, ഹാഗറെ എന്ന് വിളിച്ചിട്ട് പറയുന്നത്, നിനക്ക് എന്ത്, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ സ്തോത്രം, സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായി കൊള്ളട്ടെ, നിന്നെ സഹായിച്ചു കൊണ്ടിരുന്ന കരങ്ങൾ അസ്തമിച്ചു തീരട്ടെ, ചിലപ്പോൾ അവർ ഇനി നിന്നെ സഹായിക്കത്തില്ല, ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം കാണുമായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഭയപ്പെടേണ്ട. മരുഭൂമിക്കകത്ത് അവിടെ കാണുവാൻ സാധിക്കുന്നത്, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരുന്നു. ബാലൻ ഇരുന്ന് ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയത്. അവന്റെ മരണം കാണാൻ വയ്യ. അവൻ എവിടെ ഇരുന്ന് നിലവിളിച്ചോ അവിടെ നിന്ന് ഹല്ലേലൂയ ദൈവം കേട്ടു അവന്റെ നിലവിളി. സ്തോത്ര. അതെ, ചില വിഷയത്തിന്റെ നടുവേ നിനക്കിത് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നീ മാറിയിരിക്കുമ്പോഴും ഹല്ലേലൂയ ആ വിഷയത്തിനകത്ത് കരയുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ നിന്റെ കരച്ചിൽ കാണുന്ന ദൈവ ആ വിഷയത്തിനകത്ത് നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ മരുഭൂമിക്കകത്തൊരു ഉറവ തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു വഴി തുറക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവത്തിലായിരിക്കാം നീ നിൽക്കുന്നത്. സ്തോത്ര. എല്ലാം തകർന്ന് തീർന്ന അനുഭവത്തിലായിരിക്കാം. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന
സാഹചര്യത്തിലായിരിക്കാം. ഇവിടെ കൊണ്ട് എന്റെ വാക്തത്വം തീർന്നു, ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയല്ല, ഇനി എനിക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ വയ്യ എന്ന് നീ പറയുമ്പോഴും ഹല്ലേലൂയ, അത് നീ കാണാത്ത ഒരു വഴി ഹല്ലേലൂയ നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മരുഭൂമിക്കകത്തായിക്കൊള്ളട്ടെ, ഒരിക്കലും വറ്റാത്തൊരു ഉറവ ഹല്ലേലൂയ തുറന്നു തരുവാൻ എന്റെ ദൈവം ശക്തനത്രേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയാനായിട്ടുള്ളത്, നീ ഭയപ്പെടേണ്ട. നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയത്തെ, നിന്നെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളെ, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വേണ്ട നിന്നെ ആ വിഷയത്തിനകത്ത് പിടിച്ചിട്ട് കുലുക്കുമ്പോ ഹല്ലേലൂയ ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, ആ മേഖലയെ നീ പൊട്ടിച്ചു പുറത്ത് കയറുക. സ്തോത്രം. നീ കാണേണ്ട കുഞ്ഞിന്റെ മരണമല്ല, കുഞ്ഞിനോട് പറഞ്ഞ ദൈവീയ വാക്തത്വത്തെ നീ കണ്ടുകൊള്ളുക. ഹല്ലേലൂയ. നിന്റെ തലമുറ ഒരിടത്ത് എത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കുന്നത് നീ കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, തയ്യാറാക്കുക. എന്റെ ദൈവം വിശ്വസ്തനത്രേ ഹല്ലേലൂയ. സാഹചര്യങ്ങൾ അനുസരിച്ച് വാക്ക് മാറുന്നൊരു ദൈവമല്ല. മനുഷ്യർ സാഹചര്യങ്ങൾ അനുസരിച്ച് വാക്ക് മാറാ, അവരുടെ പ്രതീക്ഷകളിൽ നിന്ന് അവർ ഡൗൺ ആയിട്ട് കടന്നു വരാം. പക്ഷേ നീ ഡൗൺ ആയി വരുമ്പോഴും നിനക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ ദൈവം മരുഭൂമി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അവൾ ഉയർന്ന് നടന്നു, അവളുടെ തുരുത്തിയിലെ വെള്ളം തീർന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും പ്രിയ ദൈവ പൈതലേ സ്തോത്രം, അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൾ കാണുന്നില്ല, അവൾ ചിന്തിക്കുന്നില്ല ഇനി ഇങ്ങനെ ഒരു ഉറവ തുറക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആർക്കൊക്കെ വേണ്ടി പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് പരിശുദ്ധാത്മ ചില ഉറവകളെ ദൈവം തുറക്കാൻ പോകുക. ഓ റബസിക്കാലത, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ചിലത് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. അടയപ്പെട്ടതിന്റെ മുമ്പിൽ നിന്ന് കരയുന്ന അനുഭവത്തിലായിരിക്കാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിന്നെ കരയിപ്പിക്കുന്നുണ്ടായിരിക്കാം. എനിക്ക് ഇതൊന്നും ഇനി കാണാൻ വയ്യേ, ഇതെന്നൊക്കെ എന്ന് പറഞ്ഞ് നീ മാറിമിന്ന് നിലവിളിക്കുന്ന അനുഭവത്തിലായിരിക്കാം. പക്ഷെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ഹല്ലേലൂയ. അത് മരുഭൂമി ആയിക്കൊള്ളട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഏത് അനുഭവത്തിലായിരുന്നാലും അവിടെ വഴി തുറപ്പാൻ ശക്തനായവൻ നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ ദൈവം തരുന്ന വാക്തത്വത്തെ മുറുകെ പിടിക്ക. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, നിശ്ചിത ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവനെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കേ. ക്ഷീണം കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് എഴുന്നേൽപ്പിക്കേ. ഹല്ലേലൂയ. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. അവിടെ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. സ്തോത്രം. ഈ പകൽക്കാലവും പ്രിയ ദൈവ പൈതലേ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുമ്പോ നിന്നോട് പരിശുദ്ധാത്മാവിനെ വീണ്ടും നിന്നോട് എന്താണ് ദൂത് പറഞ്ഞത്, ആ ദൂതിനെ തട്ടി ഉണർത്തുകയാ. സ്തോത്രം. നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വത്തെ മണ്ണിട്ട് മൂടുക, ഒരു മരുഭൂമിക്കകത്തും കുഴിച്ചു മൂടുക. ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. മരുഭൂമിക്കകത്ത് വളർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർ എഴുതി കുറിച്ച് വച്ചുകൊള്ളട്ടെ, ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇവിടെ കൊണ്ട് തീർന്നു, ഇനി ഇല്ല ഞങ്ങളുടെ കരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്ന് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊള്ളട്ടെ. മനുഷ്യർ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് നിന്ന് ഒരിക്കലും വറ്റാത്ത ഉറവകളെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. മനുഷ്യർ എവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നോ അവിടെ ഒരു ഉറവ തുറക്കേണ്ടതിന് വേണ്ടി, വഴി കാണിക്കുന്നതിന് വേണ്ടി, നിനക്ക് വേണ്ടി ഒരു പാത ഒരുക്കേണ്ടതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ, അത് നിന്റെ പ്രതീക്ഷയ്ക്കകത്തായിരിക്കില്ല ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചിരിക്കാം, അങ്ങനെ ഒരു അനുഭവത്തിൽ പോകുമ്പോൾ ആരെങ്കിലും നമുക്ക് അല്പം കൊണ്ട് തരും, സഹായിക്കും. നമ്മൾ അപ്പോഴും നോക്കുന്ന മനുഷ്യന്റെ കരങ്ങളായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ആ അനുഭവത്തിൽ പോകുമ്പോൾ ചില മാനുഷിക കരങ്ങളാണ് നിനക്ക് തുറക്കുന്നുവെങ്കിൽ അവർ വീണ്ടും കണക്ക് നോക്കിയേ തരത്തുള്ളൂ. പക്ഷേ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് കണക്ക് നോക്കാതവണ ഒരിക്കലും വറ്റാത്ത ഹല്ലേലൂയ ചില ഉറവകൾ ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പൽക്കാലം ചിലർക്ക് വേണ്ടി ദൈവത്തമ്പുരാൻ തുറക്കിയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു, ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ഹല്ലേലൂയ. അതേ കുഞ്ഞിന് ഒരല്പം വെള്ളം കൊടുക്കുവാൻ ഇല്ലാതെ ഇരുന്ന ഇടത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം അവളുടെ കണ്ണു തുറന്നു. ചിലത് കാണേണ്ടതിനായിട്ട് ദൈവം തമ്പുരാൻ ഈ പകൽക്കാല നമ്മുടെ കണ്ണുകളെ തുറക്കും. ഹല്ലേലൂയ. ഈ പൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാമോ, അപ്പ ചിലത് കാണേണ്ടതിനായിട്ട് മാനുഷിക
മാനുഷിക കരങ്ങളെയല്ല ഞാൻ കാണേണ്ടത്, ദൈവത്തിന്റെ കരുതന്റെ കരം കാണേണ്ടതിനായിട്ട് എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ എന്ന് പറഞ്ഞ് ഈ പകൽക്കാലം ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നമ്മൾ കാണുന്നത് എപ്പോഴും മനുഷ്യരുടെ കരത്തെ കാണുന്നത്. നോ, ആ കരം കൊണ്ട് ഹല്ലേലൂയ നമുക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയില്ല. നിന്റെ തലമുറ വാഗ്ദത്തത്തിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. പക്ഷേ ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും തീരാത്ത, തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റാത്ത ഒരു ഉറവ ദൈവത്തിന്റെ പക്കലുണ്ട്. ആ ഉറവ തുറക്കും. അത് കാണുവാനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരിറക്കണ്ടു. അപ്പൊ അവിടെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോ പ്രിയ ദൈവത്തിനെ 2025 ചിലത് കാണേണ്ടതിനായിട്ട് ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെന്ന് തുരുത്തി വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. കുട്ടിയുടെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് മാറി നിന്നവള നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വന്ന് തുരുത്തിൽ വെള്ളം നിറച്ചിട്ട് ആ ബാലനെ കുടിപ്പിച്ചു. അവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവം ബാലനോട് കൂടെ ഇരുന്നു, അവന് ആ മരുഭൂമിയിൽ വളർന്നു എന്ന്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഹല്ലേലൂയ ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷനുകൾ ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കൊണ്ട് അവസാനിക്കും, ഇനി മുന്നോട്ടില്ല എന്ന് പറഞ്ഞ് നീ ഇടുമ്പോ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു വഴി തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറക്കുവാനായിട്ടിടയെ തരും. മരുഭൂമി ആയിക്കൊള്ളട്ടെ, നിർജ്ജന പ്രദേശമായിക്കൊള്ളട്ടെ, അവിടെയും ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയെ തരും. ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. മറ്റൊന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവിടെ അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു ദൈവിക മഹത്വം ചലിക്കുന്നത്. ലാസറിന്റെ ഭവനത്തിലേക്ക് 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ ചെയ്ത അത്ഭുത ഒരു പ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയ ഒരു ഭവനമാണ് ലാസറിന്റെ ഭവനം. നമുക്കറിയാവുന്നതാ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവള് അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നു, കർത്താവിന്റെ അടുക്കിലേക്ക് ആളിനെ അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി അത്രേ. ഇതെല്ലാം പറഞ്ഞുവെങ്കിലും സമയങ്ങൾ, സാഹചര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ലാസർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയെത്തുന്നു. ഇത് കഴിഞ്ഞപ്പോഴും യേശു കർത്താവ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല. 4-ാം നാൾ മാത്രമേ കർത്താവ് എഴുന്നേൽക്കുന്നുള്ളൂ. ആ ഭവനത്തിലേക്ക് ചെന്ന് അവരോട് സംസാരിക്കുന്നുണ്ട് യേശു കർത്താവ്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഞങ്ങൾ അറിയുന്നുണ്ട് അവ ഒടുക്കത്തെ നാൾ ഉയർത്തി നിൽക്കും. കാരണം അവിടെ പ്രതീക്ഷകളൊക്കെ തീർന്നു. സ്തോത്രം. പ്രിയ ദൈവവൈതലേ, ഇത് പൽക്കാലം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ കാണും. പക്ഷേ സാഹചര്യങ്ങൾ മാറി തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കും ഭംഗം വരുവാനായിട്ട് ഇടയത്തിലും ഞാൻ പറഞ്ഞല്ലോ, നാം നെഗറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങുവാനായിട്ട് ഇടയത്തിലും ഇവിടെ കൊണ്ട് മതി, ഇത്രയൊക്കെ മതി എന്നുള്ള ചിന്തയില് ഇവിടെ അവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അറിയുന്നുണ്ട്. എന്താ അറിയുന്നത്? അവൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തി നിൽക്കും. പക്ഷെ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? ഒടുക്കത്തെ നാളിലെ ഉയർപ്പിനെ കുറിച്ചല്ല പറഞ്ഞ, ജീവനും അധികാരവും കർത്താവിന്റെ മേൽ ഉള്ളത് കൊണ്ട് യേശു കർത്താവ് അവൻ മരിച്ചാലും ജീവിക്കും എന്നതിനെ പറ്റി എത്രേ പറഞ്ഞത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാർത്തയുടെ അടുത്ത് പറയുന്നുണ്ട്, മാർത്ത നാറ്റുവച്ച് തുടങ്ങി 4 ദിവസമായി. ഇതൊക്കെയാണ് പറയുന്ന സാഹചര്യങ്ങൾ വർണ്ണിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഈ പകൽക്കാലം സാഹചര്യങ്ങളെ നോക്കി നീ ഡൗൺ ആകുവാനോ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങുവാനോ അല്ല ചെയ്യേണ്ടത്. സാഹചര്യങ്ങൾ പ്രതികൂലമായി തീരുമ്പോഴും നിനക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? അങ്ങനെയെങ്കിൽ അതിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ, ദൈവത്തിന്റെ മഹത്വം അതിനകത്ത് ചലിക്കുവാനായിട്ടിടയായിത്തീരും. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ലാസറിനെ ദൈവം ഉയർപ്പിക്കുമെന്നോ ലാസറിനെ ഇനി ജീവനോടെ കിട്ടുമോ എന്ന് ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട്
ഹല്ലേലൂയ. നാറ്റം വെച്ച എന്ന് പറഞ്ഞ കല്ലറയ്ക്ക് വെച്ച ലാസർ പുറത്തു വന്നത് അവിടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടതാ. അങ്ങനെയൊക്കെ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുമെന്ന് പറഞ്ഞ ഈ പകൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? നാറ്റം വച്ച വിഷയമായിരിക്കാം, സാഹചര്യങ്ങൾ ഒരിക്കലും ഇനി ആ വിഷയം പുറത്തു വരികയില്ല. അതിന്റെ വിടുതൽ നിനക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല, അതിന്റെ നന്മ നിനക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല എന്ന സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ നിന്നെ ചൊലുത്തുവാനായിട്ട് ഇടയായി തീരുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, നിന്റെ സാഹചര്യത്തെ അല്ല നീ വലുതായി കാണേണ്ടത്, ദൈവത്തിന്റെ വാക്കിനെ നീ വലുതായി കാണാൻ തുടങ്ങുക. അതിനകത്തൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടാ, അതിനകത്തൊരു ദൈവത്തിന്റെ മഹത്വം ചലിക്കുവാനായിട്ട് ഇടയത്തിന്. അവിടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട്, പ്രതീക്ഷ എന്താണ്? അവനിന് ഒടുക്കത്തെ നാളിൽ ഉയർക്കാം. അവിടെ ചെന്ന് ഹല്ലേലൂയ യേശുവിനോടൊപ്പം കാണാം, ഇല്ലെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ടൈം അവിടെ കാണാം. ഇതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു കർത്താവ് ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, എന്നെങ്കിലൊക്കെ എന്റെ ജീവിതത്തിനകത്ത് വിടുതൽ നടക്കാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷകൾ കൊണ്ട് നീ ചില വിഷയങ്ങൾ വലിച്ചു നീട്ടി വിടുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ എന്താണോ ഹല്ലേലൂയ പ്രതീക്ഷകൾക്ക് വിപരീതമായി ചിന്തിച്ചത്, ആ പ്രതീക്ഷയ്ക്കകത്ത് തന്നെ ഹല്ലേലൂയ വിപരീതമായി നിൽക്കുമ്പോ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു ദൈവപ്രവൃത്തി നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ഒടുക്കത്തെ നാളിനെ പറ്റി ഹല്ലേലൂയ പറയുമ്പോ നമ്മുടെ കർത്താവ് ആരാണ്? ജീവൻ കൊടുപ്പാൻ അധികാരമുള്ള ഒരു കർത്താവാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങൾ കയറണം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ യേശുവോട് വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറയുവാനായിട്ട് ഈ പകൽക്കാലം ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായാലും ഒരു നടക്കുവാനായിട്ടുള്ള ഒരു സാധ്യത ഇല്ല എങ്കിലും നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഹല്ലേലൂയ എവിടെയൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടോ അവിടേക്കെയും അവരുടെ പ്രതീക്ഷകൾ, നമ്മുടെ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാ, പക്ഷേ ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വം എവിടെ ചലിച്ചിട്ടുണ്ടോ അവിടേക്കെയും അവരുടെ പ്രതീക്ഷകൾക്കും അവരുടെ കഴിവുകൾക്കും അവരുടെ സാഹചര്യത്തിന് അപ്പുറമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ഇവര് സാഹചര്യം നോക്കിയാൽ ഒരിക്കലും ലാസർ പുറത്തു വരികയില്ല. നാറ്റം വെച്ചതാ കല്ലറയ്ക്കകത്താ. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തി. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോ കർത്താവ് നിന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ ദൈവപ്രവൃത്തി കാണേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ? നീ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആരും വിശ്വസിച്ചില്ലെങ്കിൽ ദൈവശബ്ദം കേട്ട നീ വിശ്വസിക്കാൻ തയ്യാറാക്ക. നിനക്ക് വേണ്ടിയ ദൈവം ചലിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. അവിടെ കാണുവ ഇത് പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കയ്യും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ട് അയക്കുവിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. പ്രതീക്ഷകൾക്കപ്പുറമായ ഒരു ചലനം. ആ കല്ലറയ്ക്കകത്തുനിന്ന് ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് പറഞ്ഞ് കെട്ടി കല്ലറയ്ക്കകത്ത് ഒതുക്കിയ ലാസർ ദാ പുറത്തു വന്നു. നിന്റെ പ്രതീക്ഷകൾക്കപ്പുറം ഒരു ദൈവപ്രവൃത്തി ഈ പൽക്കാലം വെളിപ്പെടുമെന്ന് വിശ്വസിക്കാമോ? നിന്റെ തലമുറയുടെ വിഷയത്തിനകത്താകട്ടെ, നിന്റെ കുടുംബജീവിതത്തിനകത്തായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നിന്റെ ആത്മീയ ജീവിതത്തിനകത്തായിക്കൊള്ളട്ടെ, നീ കടന്നു പോകുന്ന ചില രോഗത്തിന്റെ അനുഭവത്തിലായിക്കൊള്ളട്ടെ, നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഹല്ലേലൂയ ചിലരിട്ടിരിക്കുന്ന ചില പ്രതീക്ഷയുടെ ബൗണ്ടറികളെ കർത്താവ് ഇന്ന് ബ്രേക്ക് ചെയ്യുക. അതിനപ്പുറമായിട്ടുള്ള ഒന്ന് ഹല്ലേലൂയ. ചിലതിനകത്ത് ഒതുങ്ങരുത്. ഹല്ലേലൂയ. ചിലതിനകത്ത് പലപ്പോഴും നാം പലതിനകത്ത് ഒതുങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. നോ, ആ ഒതുക്കലുകളെ മാറ്റിവെച്ചിട്ട് ആ ഇട്ട രേഖകളില്ലേ, ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് മതി കർത്താവേ, ഇനി എനിക്കൊന്നും വയ്യ. അതുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന അബ്രഹാം ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ഹല്ലേലൂയ, എലീസർ ജീവിച്ചിരുന്നാൽ മതി, ഇതൊക്കെ മതി എന്ന് പറഞ്ഞു ഒതുങ്ങിയപ്പോ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ ഭാര്യ സാറ തന്നെ
വാഗ്ദത്തത്തെ സന്തതിയെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനകത്ത് ഒതുങ്ങാൻ നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് ഒതുക്കുന്ന ഒരു ദൈവമല്ല എനിക്കും നിങ്ങൾക്കുമുള്ളത്. നമ്മൾ ചിന്തിക്കുക എത്ര മതി, ഇതിനകത്ത് മതി, ഇതൊക്കെ ഉള്ളൂ. നോ, നിന്റെ ബുദ്ധികൾക്കപ്പുറമായി, നിന്റെ ചിന്തകൾക്കപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ദൈവത്തെ ചെറുതായി കാണരുത്, നിന്റെ ദൈവത്തെ വലുതായി കാണാൻ തുടങ്ങുക. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കും, എങ്ങനെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ ബുദ്ധിയല്ല ദൈവത്തിന്റെ ബുദ്ധി. നാം വിചാരിക്കുന്ന വിചാരങ്ങളല്ല നമ്മെക്കുറിച്ച് ദൈവം വിചാരിക്കുന്നത്. അങ്ങനെ ഈ ചിലരുടെ പ്രതീക്ഷകൾക്ക് ദൈവം വിരാമം കുറിക്കുക. ഹല്ലേലൂയ. തീർന്നു, കഴിഞ്ഞു, ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന വിഷയങ്ങളകത്ത്, നിങ്ങളുടെ പ്രതീക്ഷകളെ അസ്തമിച്ച വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് സ്തോത്രം, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അവരുടെ പ്രതീക്ഷകൾക്കകത്ത്, ഇവർ രണ്ട് ജീവിതത്തിൽ നോക്കുമ്പോഴും ഹാഗറിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട്, മാർത്തയും മറിയുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതിനെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ ഈ പകൽക്കാലം തുറക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അത് ഈ മാനുഷിക കരങ്ങൾ അസ്തമിക്കുന്നിടത്ത്, മാനുഷിക സഹായങ്ങൾ അസ്തമിക്കുന്നിടത്ത് നാം പോലും പ്രതീക്ഷിക്കാത്ത ഒന്ന്, ഹല്ലേലൂയ, നമ്മുടെ കണ്ടുകൊണ്ട് കാണാത്ത ഉറവകൾ നമുക്ക് വേണ്ടി തുറക്കുവാൻ ദൈവം ശക്തനത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരിക്കലും മരുഭൂമിക്കകത്ത് ഒരു ഉറവ തുറന്നു വരിക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന, നമ്മുടെ ബുദ്ധികൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നു വച്ചിരിക്കുന്ന അളവുകൾ മാറട്ടെ. നമ്മുടെ ചിന്ത കൊണ്ട് കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന കണക്ക് കൂട്ടുകളെ ദൈവം തമ്മിൽ മാറ്റും. പരിശുദ്ധാത്മാവിന്റെ ശക്തമായി ചിലരോട് വിളിച്ചു പറയാ, നിന്റെ ചിന്തകൾക്ക് നിന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായിട്ട് ഒരു ദൈവപ്രവർത്തി. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത്. ഹല്ലേലൂയ. ഓ റബസിഖലബക്കാലതരെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുന്ന വർഷം എത്ര. ഹല്ലേലൂയ. പ്രാരംഭ മാസത്തിൽ തന്നെ ചില ഭവനത്തിനകത്ത് സ്തോത്രം, ചില ദൈവിക പ്രവർത്തികൾ. ഈ വർഷം ഇത്രയൊക്കെ മതി, ഇതൊക്കെ നടക്കത്തുള്ളൂ എന്ന് നിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് നീ കണക്ക് കൂട്ടി വയ്ക്കുമ്പോ, നീ പലതും കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ട് പല ബഡ്ജറ്റുകളും നീ ഒതുക്കി വയ്ക്കുമ്പോ, നീ എന്താണോ നീ സ്വപ്നം കണ്ടു തുടങ്ങിയത്, എനിക്കറിയില്ല, പരിശുദ്ധാത്മ ഇപ്പോൾ വിളിച്ചു പറയുന്നു, നീ എന്താണ് സ്വപ്നം കണ്ടു തുടങ്ങിയത്, ആ സ്വപ്നത്തിലേക്ക് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. എന്റെ ദൈവം നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് മാറ്റുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. സ്തോത്രം. സാഹചര്യങ്ങൾ അനുസരിച്ച് മനുഷ്യർ വാക്ക് മാറ്റിക്കളയാം. സാഹചര്യങ്ങൾ വലിപ്പമായി കയർന്നു വരുമ്പോ അവർ പറയാം ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് ഞാനും നിങ്ങൾ ഒതുങ്ങി മാറിയിരിക്കാം. പക്ഷേ എന്നെ നിങ്ങളെ ഒതുക്കുന്ന ഒരു ദൈവമല്ല. സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ അവരുടെ ജീവിതത്തെ സാഹചര്യം ഇതല്ലേ എന്ന് പറഞ്ഞ് വാഗ്ദത്തത്തെയും ദൈവത്തിന്റെ വാക്കുകളെയും ഹല്ലേലൂയ മാറ്റിവിടുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. അവിടെയും ഉറവ തുറക്കുന്ന ഒരു ദൈവം. പ്രതീക്ഷിക്കാത്ത മരണം കാണുവാൻ, അടുത്ത നിമിഷം കുഞ്ഞിന്റെ മരണം മാത്രം മുന്നിൽ കണ്ട ഹാഗറിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു ഉറവയെ ദൈവം തുറന്നു കൊടുത്തുവെങ്കിൽ അടുത്ത നിമിഷം ഇവിടെ കൊണ്ട് തീരുമെന്ന് പറയുന്ന ചില വിഷയത്തിനകത്ത്, അസ്തമിച്ചു എന്ന് പറയുന്ന ചില വിഷയത്തിനകത്ത് ചില നാമ്പുകൾ പൊട്ടി പുറത്തു വരുന്നത് പോലെ ചില വാഗ്ദത്തങ്ങളുടെ മുളകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടി പുറത്തു വരികയാ. ചില ഉറവകൾ തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ദൈവത്തിന് നമ്മോട് പറയാനിട്ടുള്ളത്, നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. നീ ധൈര്യമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമി ആയിരിക്കാം. സ്തോത്രം. കരത്തിൽ ഒന്നുമില്ലായിരിക്കാം. നിന്റെ പേഴ്സ് ശൂന്യമായിരിക്കുന്ന അനുഭവമായിരിക്കാം. നിന്നെ വിട്ട് കൈവിട്ട് പോയ വിഷയമായിരിക്കാം. നാറ്റം വെച്ച് തുടങ്ങിക്കാണുമായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നാളുകളായിട്ട് നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി കാണുമായിരിക്കാം വിഷയം. പക്ഷെ അതിനെ നിനക്ക് തിരിച്ചു തരുവാൻ കഴിയുന്ന ഒരു ദൈവം,
മരണത്തെ, അവിടെ 2 കാര്യത്തിൽ മരണമാണ്. കുഞ്ഞിന്റെ മരണം കാണാണ്ടെന്ന് അവൾ പറയാനായിട്ട് ഇടയെത്തുന്നു ഹാഗർ. ഇവിടെ അവർ മരിക്കുവാനായിട്ട് ഇത് 2നെയും ജീവിപ്പിച്ചു കൊടുക്കേണ്ടതിനായി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട്. 2 അസ്തമിച്ച വിഷയമാണ്. 1 തൊട്ടടുത്ത് ഇനി കാണാൻ പോകുകയോ കുട്ടിയുടെ മരണം. ഇവിടെ മരിച്ചിട്ട് 4 ദിവസമായി. ഇതിന് 2നകത്തും അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ദൈവം ഒരു വഴി തുറന്നു കൊടുത്തുവെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ, അസ്തമിച്ചു തീരാനിരിക്കുന്ന വിഷയത്തിനകത്തും അസ്തമിച്ചു തീർന്നു എന്ന് പറഞ്ഞ വിഷയത്തിനകത്തും 2025 ജനുവരി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് നിങ്ങൾ കാണും, നിങ്ങൾ അനുഭവിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ചിലതൊക്കെ കൈവിട്ടു പോയി കാണും, ചിലതൊക്കെ കൈവിട്ടു പോകുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മുടെ ജനത്തെ. അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ റാബസിഖാലബക്കാലതരെ അടയപ്പെടുന്ന മേഖലകൾ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെയും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ചിലത് തുറന്നു വരട്ടെ, ചിലത് കാണുവാൻ കർത്താവേ ഇവരുടെ കണ്ണുകളെ തുറക്കട്ടെ, ചിലത് നിറയ്ക്കുന്ന പകൽക്കാലമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്, ഹല്ലേലൂയ. ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില വിഷയങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായി, അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ചില തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി എന്റെ അപ്പൻ ഉറവയെ തുറക്കുന്നതിനായി സ്തോത്ര കർത്താവേ. എന്റെ കർത്താവിന്റെ കരം ചലിക്കട്ടെ. തീർന്നു, അസ്തമിച്ചു, കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് കളഞ്ഞ ചില വിഷയങ്ങൾ ചിലത് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തെ ചില നാറ്റം വെച്ച വിഷയത്തിനകത്ത് നിന്ന്, നാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന ചില വിഷയത്തിനകത്ത് നാറ്റമല്ല, ജീവന്റെ തുടുപ്പ് പുറത്തു വരട്ടെ. കർത്താവിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശു കർത്താവിന്റെ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.